ആ എന്തല്ല ഇപ്പൊ നിങ്ങൾക്ക് മജീദിനെ കിട്ടിയപ്പോ ഞമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലേ? ഞാൻ ഒരു ഒഴിഞ്ഞ് സംസാരിക്കാൻ കരുതിയാണ്. ഒരു കാര്യം ചെയ്യും അല്ല എന്തല്ല മജീദ് ആളെ അരക്കിരിക്കലാന്ന് എനിക്കറിയാം. ഈ ഓന് പറയുന്ന കാര്യമുണ്ടോ, കഥ ഉണ്ടോ? ഞാൻ വെറുതെ ഇവിടെ അറിയാം. അല്ലല്ല, എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ടാണ് പറഞ്ഞു. അവനെ സന്തോഷത്തിന് പറഞ്ഞല്ല, ഞാൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോ ഞാൻ എന്നോട് പറഞ്ഞ കിതാബ് വെച്ചിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. നിങ്ങളോടാണ് സംസാരിക്കുന്നത് പറഞ്ഞില്ല. പിന്നെ ഞാന് പിന്നെ വർഗീസാനോടായിരുന്നു. അപ്പോ ഇൻഷാല്ലാന്ന് പറഞ്ഞു. അതാണ് അത് ശരി. അല്ല അപ്പൊ പിന്നെ നിങ്ങള് ഒന്ന് ഉറപ്പ് കൊടുത്തതാ പരിപാടിയിൽ പങ്കെടുക്കുന്നു? അതെ, അന്ന് പിന്നെ നിങ്ങളെ ചർച്ചയിൽ ഇതിലെത്തിന്ന് പറഞ്ഞു, ഒരു തീരുമാനത്തിലെത്തിന്ന് പറഞ്ഞു. അല്ല അതല്ലേ ഞാൻ ചോദിക്കുന്നത്, ഞാനായിട്ട് തീരുമാനിച്ചല്ലേ ചോദിച്ചത്. പിന്നെ ഇപ്പോ നിങ്ങള് ഈ പിന്നെ സംവാദത്തിന് വേണ്ടി വരാന്ന് അതെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു 5 മിനിറ്റ് അങ്ങോട്ട് പറഞ്ഞു. പിന്നെ മർക്കത്തിലുള്ളത് ഷഹർ മുബാറക്കാണ് എന്ന് നമ്മളും ഷഹർ മുബാറക്ക് അല്ലാന്ന് പറഞ്ഞ ഒരാള് വാദപ്രയോഗത്തിന് വന്നാൽ നമുക്ക് കിതാബിയായിട്ടും ചർച്ച ചെയ്തുകൂടാനാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ കിതാബ് വെച്ചിട്ടുള്ള ചർച്ചയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഏത് വിഷയം ചർച്ച ചെയ്യാലോ. കിതാബ് വെച്ചിട്ട് നമ്മൾ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് പറയണം. അതിന്റെ ഹക്ക് എന്താണ്, അത് നമുക്ക് വേറെ മുൻ ധാരണയൊന്നും ഇല്ലാതെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രൂപമാണ് ഞാൻ അവനോട് പറഞ്ഞല്ലോ. അല്ല അപ്പോ കിതാബുകൾ വെച്ചിട്ട് ഇപ്പൊ മർക്കസിലുള്ളത് ഷഹർ മുബാറക്ക് ആണ് എന്ന് സമർത്ഥിക്കാൻ ഞാൻ എന്റെ കൂടെ വരാമെന്ന് നിങ്ങൾ മജീദിനോട് പറഞ്ഞു. അതെ, കിതാബത്തിലുള്ള ചർച്ചയാണല്ലോ. അപ്പോ പിന്നെ നമുക്ക് അല്ല അപ്പൊ നിങ്ങള് സുന്നി മഹലില് സംസാരിച്ച വിഷയോ ആ കിതാബില്ലാണ്ടേനു? അത് നമുക്ക് വേറെ ഞാൻ പറയുന്ന വിഷയം നമുക്ക് മനസ്സിലായില്ല. അല്ല എനിക്ക് മനസ്സിലായില്ല, ഉടനെ ചോദിക്കുന്നത്. ചർച്ച സുന്നിയുമായി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ഓരോരുത്തർക്കും വിശ്വാസം മറ്റുണ്ട്, അതെല്ലാം ഇപ്പൊ ഞാൻ ഇപ്പൊ ആ വിഷയത്തിലേക്കൊന്നും കടന്നില്ല. നമ്മളിത്ര പറഞ്ഞിട്ടുള്ളൂ. അല്ല ഇന്നലെ പിന്നെ ഇവൻ വിളിച്ചിരുന്നോ? കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അല്ല അതിലേക്ക് ഇന്നലെ സുന്നിസം വിളിച്ചിരുന്നു നിങ്ങളാ? സുന്നിസം വിളിച്ചിരുന്നു. അത് വേറെ ഒരു ചങ്ങാതി രാമന്തലിയോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെ വിഷയമല്ല. അപ്പൊ ആ ചങ്ങാതി പറഞ്ഞ ചെല്ലാന്ന് ഞാൻ പറഞ്ഞു. അത് അങ്ങനെ വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. അതായത് വേറെ ഒരാളിങ്ങനെ രാമന്തലിയോട് പോയി പറഞ്ഞു അത്ര. ജബ്ബാറാ? അപ്പൊ ഞാൻ അങ്ങനെ ഒരാള് ജബ്ബാറല്ല, പോയാള് ജബ്ബാറല്ല, വേറെ ആളാണ്. ശംസുലമന്റെ പേരക്കുട്ടി എന്നൊരാള് അയാൾ നിങ്ങളെങ്ങനെ പറഞ്ഞയക്കണമെന്ന് എന്നോട് സുനീസം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഈ പേരക്കുട്ടിനെ പിന്നെ അറിയില്ല, ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അല്ല ഈ പരിപാടി പിന്നെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം കണക്കൂട്ടിട്ടില്ല. കാരണം പിന്നെ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങള് പൊന്മള മുതല് വേരോട് മുതലില്ലാണ് വരിക. അത് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരമല്ല അതിലുദ്ദേശിച്ചത്. ഞാൻ ഈ വിഷയത്തിന്റെ ഹക്കായ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിബിധങ്ങൾക്ക് മേലുണ്ടോന്ന് വെച്ചാൽ ഒരു സമയത്ത് മേലുണ്ടായിട്ടില്ല. അതായത് ഹക്ക് അതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെന്തല്ല ഒരു പക്ഷപാതിത്വം ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ പൊന്നാരാബീബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ തമ്മിൽ തർക്കം. നമ്മൾ നേലില്ല എന്ന് വാദിക്കുന്ന ആളുകളല്ലേ, അത് പിന്നെ നേലില്ല എന്ന് വാദിക്കാൻ പിന്നെ സമയത്തുണ്ടായിരുന്നു എന്നുള്ള വാദമാണ് തോന്നുന്നുണ്ടല്ലോ. അതെ, അത് പേരോട് അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് സംവാദം നടത്തുന്ന പേരോടിനെതിരാണെന്ന് അർത്ഥം. അങ്ങനെ പറയണ്ട, ആർക്കും എതിരൊന്നും നമുക്കറിയില്ല. ഞാനതൊന്നുമില്ല, ഞാൻ നിങ്ങൾ വരുന്നില്ല ഉള്ള കാരണം പറയാ. നിങ്ങൾ പോലും ബന്ധമുണ്ട് എന്നുള്ള ഞാനിപ്പോ അടുത്ത അറിയുന്നത്. ഒന്നത്
രണ്ട് പിന്നെ മധ്യസ്ഥനല്ലേ സംഭവത്തിൽ മധ്യസ്ഥനായതുകൊണ്ട് നിങ്ങളും തമ്മിൽ പിന്നെ ഇങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അർത്ഥത്തില്ല. അപ്പോ ഞാൻ ഇവനെ നേരത്തെ രാമന്തരി ഞങ്ങൾ ഒന്നിച്ചുള്ള കാലത്ത് തന്നെ മുജാഹിദികളോട് നേരിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞയക്കൽ ഇവനെയാണ്. രാമന്തരി ഞാൻ തന്നെയാണ് വിടല്. അപ്പൊ അല്ല അത് കുഴപ്പമില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് നിങ്ങള് പിന്നെ ഇത് ന്യായീകരിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങള് ഹക്ക് ഒഴിവാക്കാനാണ് സംവാദം നടത്തുന്നതെന്നും പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലിപ്പിന്റെ സഹായം ഇല്ലാതെ. അതായത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല കേരളത്തിൽ. അതായത് ഇതിന്റെ പിന്നെ മാനദണ്ഡങ്ങൾ ഇത് ഒരു വസ്തു ഷെയർ മുബാറക്കാണ് എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്ത് എന്ന് വിശകലനം ചെയ്ത് അതിന്റെ ഹക്ക് വെളിവാകുന്ന രൂപത്തിൽ ചർച്ച കേരളത്തിൽ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച നടക്കണം. അപ്പോഴാണ് ആളുകൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം. ആ മാനദണ്ഡത്തില് പിന്നെ വ്യക്തമായിട്ട് തെളിവ് ധരിച്ച് മർക്കസിലുള്ളത് അല്ലാന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒന്നിച്ചോർന്ന് പറയണം. അതല്ലേ ശരി. അല്ല ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ വേണ്ടി ചോദിക്കല്ല. അപ്പൊ ഈ ധാരണ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലേന്ന് ചോദിക്കുന്നത്. അതായത് മറ്റേ നിങ്ങൾ സുന്നിമാരിൽ പോയിട്ട് ഒരു ക്ലിപ്പിന്റെയും സഹായമില്ലാതെ പൊന്മടക്കിയിൽ അതിലേക്ക് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോ ഞാൻ വേറെ നമുക്ക് ചർച്ച ഇപ്പൊ ഞാൻ പറയുന്നു ഇങ്ങനെ കിതാബിയായുള്ള ഒരു ചർച്ചക്ക് തയ്യാറാണെങ്കിൽ നിഷാറായാലും അതൊരു ഫൈറ്റിങ്ങിന്റെ സ്വഭാവത്തിലല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. കലാപരമായിട്ട് ഇതിനുള്ള ചർച്ചയാണ്. അല്ല സ്വാഭാവികമായിട്ടും പിന്നെ ഇതിന്റെ ഒക്കെ മറുപടികൾ പറയാൻ അവിടെ ബാധ്യസ്ഥനാവും കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും. അതൊക്കെ നോക്കാം, ആ പ്രശ്നമില്ല. ഞാൻ വെച്ചുകൊണ്ടുള്ള ചർച്ചയിലാണ്. ആയിക്കോട്ടെ, അതിൽ സന്തോഷം തന്നെ. അപ്പൊ ഏതായാലും പിന്നെ ഈ ഫോൺ ക്ലിപ്പിന് ഇപ്പൊ ആധികാരികത തീരെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരു രണ്ടാളെ മജീദിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഒരു വെള്ള പേപ്പറിൽ ഈ വിഷയം സംസാരിക്കാൻ ചർച്ചയ്ക്ക് സംവാദത്തിന് ഞാൻ തയ്യാറാണ് നൗഷാദ് ഹസനി എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു അത് ഞാൻ പിന്നെ കൊടുത്തയക്കുന്നുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് ബാക്കി ബന്ധങ്ങളും സൗഹൃദമൊന്നും മുറിയണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ ചർച്ചയാണെന്നതിൽ സന്തോഷം തന്നെ. കാരണം അതിനെന്ത് സൗഹാർദ്ദം മുറിയുന്നു നമുക്ക് എന്തെല്ലാം വിഷയം ചർച്ച ചെയ്യുന്നത് അതുപോലത്തെ ചർച്ച. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ ആ ചർച്ച നടക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ രണ്ടാളെ പറഞ്ഞേക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളിപ്പോ കേരളത്തിന്റെ പുറത്തുള്ളേ. അപ്പൊ മൂപ്പര് ഒന്ന് നാട്ടിൽ വരണം. അപ്പൊ മൂപ്പര് നാട്ടിൽ എത്തിയിട്ട് വേണം ഈ കാര്യങ്ങൾ. ഞാൻ മൂപ്പരെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് മൂപ്പര് പരമാവധി അത് മൂപ്പരിങ്ങത്തെ ഒന്നാമത്തെ രണ്ടാളും വിദേശത്തല്ലേ. ഞാനിവിടെ ഖത്തറിൽ ഇപ്പൊ ഉള്ളത്. ഞാന് പരിപാടിയിൽ ഉണ്ടുണ്ട്. അല്ല ഞാന് പിന്നെ ഇസ്തിഖാമ ടീമിനെ മാത്രം ഉദ്ദേശിച്ചിട്ടൊന്നല്ല ഞാൻ മജീദിനോട് പറഞ്ഞതാ. മജീദ് മനസ്സിലാക്കിയാല് എന്തെങ്കിലും പിഴവ് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ചില കക്ഷികളുണ്ട്, അവരെ തന്നെ ഞാൻ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അല്ല ഇസ്തിഖാമിന്റെ കക്ഷികളാണെന്ന് ഞാൻ മജീദിനോട് പറഞ്ഞില്ലല്ലോ. മജീദിനോട് ഞാൻ പറഞ്ഞു ഇസ്തിഖാമിന്റെ കക്ഷികളാണ്. അപ്പൊ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരിപ്പൊ നാട്ടിൽ കേരളത്തിലില്ല. അപ്പൊ അവരും കൂടി നാട്ടിൽ വന്നിട്ട് വേണമല്ലോ. ഇതൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ. നേരിട്ട് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണല്ലോ. നേരിട്ട് വ്യവസ്ഥയിൽ നമുക്ക് കാര്യം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നടത്താൻ രണ്ട് കാര്യം തീരുമാനമായി. നിങ്ങളോട് മജീദ് പറഞ്ഞിട്ടുണ്ടാവില്ലേ? നിങ്ങളെ ഏറ്റവും കണ്ടു. പിന്നെ ഒന്ന് വാദം തീരുമാനമായിട്ടുണ്ട്, അതുപോലെ പ്രമാണങ്ങൾ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ബാക്കി ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് ഞാൻ വിളിച്ചങ്ങനെ എടുക്കട്ടെ. ഫോൺ എടുക്കണ്ടിക്കല്ല. അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങളെ വിളിക്കുന്നത് ഇതാണ്. ഞാൻ ചിലപ്പോൾ തിരിച്ചു വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മജീദിനോട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ആയിക്കോട്ടെ. അല്ല മജീദിനോട് പറയുന്നതിനൊരു ആധികാരികതൊന്നുമില്ല. ഓന്റെ നിലവാരം എത്രയുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ല ഞാൻ മജീദിന് ഞാൻ മജീദിനോട് പറയേണ്ട ആവശ്യമില്ല. മജീദിനെ പറ്റി നിങ്ങൾക്ക് എത്ര കാഴ്ചപ്പാടുണ്ടെന്ന് നിങ്ങളെ അറിയുന്ന ഒരാളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വേറെ വിഷയം. ഞാൻ പിന്നെ ആന്നും മജീദിനോട് പിന്നെ അല്ല വേറെ ഒരു വിഷയം കൂടി. ഇനിയിപ്പോ ഇത് സംഘടന അറിഞ്ഞിട്ട് ഇത് പിൻവലിച്ചു, എനിക്ക് സമ്മർദ്ദം ചെലുത്തി, എന്നോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട്
ഞാൻ ഇപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വിഷയങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോ അവസാനം പിന്നെ ആന്നില്ല ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് പിന്നെ ആരും എതിരുന്നില്ലല്ലോ. അല്ല, ഇനി വല്ല കാരണവശാലും വല്ല സമ്മർദ്ദവും പുറത്തുനിന്ന് നിങ്ങൾക്ക് വന്നിട്ട് സുലൈമാൻ ഉസ്താദ് വിളിച്ചാണ് അത് വരും. അത് ചിലപ്പോ എങ്ങനെ വരും വെച്ചാല് സംഘടനകളുടെ ഒരു ഭാഷ അത് നമ്മൾ തരണം തീരുള്ളൂ. എന്തായാലും എന്ത് സമ്മർദ്ദം ഉണ്ടായാലും നിങ്ങൾ പങ്കെടുക്കുന്ന ഉറപ്പാണ്. അതെ, അതായത് ഈ വിഷയത്തിൽ കുറച്ചൊക്കെ എനിക്ക് താല്പര്യമുണ്ട് നടത്താം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഏതായാലും ഇതാക്കാം, ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ.